ഹായ് ഫ്രണ്ട്സ്, ഹൈ ഹോപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമർ SLC വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി ആ വീഡിയോയും കൂടെ ഒന്ന് കാണണം. പിന്നെ നമ്മൾ സെന്റൻസിനെ പറ്റി പഠിച്ചായിരുന്നു. പലതരത്തിലുള്ള സെന്റൻസ്, അത് ഏതൊക്കെയാണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ SLC പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ കഴിഞ്ഞ സെന്റൻസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ അതിൽ ചോദ്യവാചകങ്ങളിലെ രണ്ട് തരത്തിലുള്ള ചോദ്യവാചകങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? WH ക്വസ്റ്റ്യനും SO/NO ക്വസ്റ്റ്യനും. അതിൽ പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ്. സ്ഥിരമായി SLC പരീക്ഷയുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ഥിരം ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ റൈറ്റിങ്ങിനകത്ത് കോൺവെർസേഷൻ തന്നിട്ട് അതിൽ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്തായിരിക്കും ഈ ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുന്നത്. പല വിദ്യാർത്ഥികൾക്കും അത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്ന ചോദ്യമാണോ എന്ന് തിരിച്ചറിയാതെ വേറെ പലതും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് ആ മാർക്ക് കൊണ്ട് കളയുന്ന ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. അപ്പൊ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ ഒരു കോൺവെർസേഷൻ തന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാനായിരിക്കും സാധാരണ ക്വസ്റ്റ്യൻ ടാഗ് തരുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ടാഗ് ആണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് ആണോ നമ്മുടെ അടുത്ത് ചോദ്യകർത്താവ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കോൺവെർസേഷനിൽ ഒരു സെന്റൻസ് തന്നതിന് ശേഷം കോമയിട്ട് ഒരു ഡാഷ് തന്ന് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് എഴുതാനായിരിക്കും? അത് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായിരിക്കും. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ സ്ഥിരമായി നമ്മൾ പറയുന്നത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവനൊരു ടീച്ചറാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പറയാറുണ്ട്. അല്ലയോ, ആണോ, അതെയോ എന്നൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ആ സെന്റൻസിനോടൊപ്പം ചേർത്ത് പറയാറുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ആ പറഞ്ഞ സെന്റൻസിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനോട് ചേർത്ത് പറയുന്ന ചെറു ചോദ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണമെങ്കിൽ, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതിനായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ, തന്നിരിക്കുന്ന സെന്റൻസ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത് 2 തരത്തിലുള്ള സെന്റൻസിലാണ് സാധാരണ ചോദിക്കുന്നത്. എഴുതേണ്ടതും അതിനെ പറ്റത്തുള്ളൂ. അസർട്ടീവ് സെന്റൻസിൽ, നോർമൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിലും ഇമ്പരേറ്റീവ് സെന്റൻസിലും ഒക്കെയാണ് ക്വസ്റ്റ്യൻ ടാഗ് സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന സെന്റൻസ്, ചോദ്യമായി തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് എന്ന് നമുക്ക് പിന്നെ പറയാം. ഈ 3 കാര്യങ്ങളൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. രണ്ടാമത്തെ കേസ്, തന്നിരിക്കുന്ന സെന്റൻസിൽ യോജിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഓക്സിലറി വെർബുകളെല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇംഗ്ലീഷിൽ കുറച്ച് ഓക്സിലറി വെർബുകളുണ്ട്, അത് നമ്മൾ കാണാതെ പഠിച്ചാൽ മാത്രമേ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ ഇല്ലയോ ആ ഓക്സിലറി വെർബ് മാറ്റി എഴുതാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ആ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. പിന്നെയാണ് മൂന്നാമത്തെ കേസ്, തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്ട് യോജിക്കുന്ന പ്രോനൗൺ എഴുതുക. അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്ട് ഏതാണോ അത് എഴുതുക, അത് കണ്ടെത്തുക. ഐഡന്റിഫൈ ദി സബ്ജക്ട്. ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്ട് ഏതാണ്. ഏതൊരു സെന്റൻസ് എടുത്തു നോക്കിയാൽ അതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നതായിരിക്കും സബ്ജക്ട്. സബ്ജക്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ, രാമു എന്നാണ് ആ സെന്റൻസിൽ തന്നിരിക്കുന്നത്, സബ്ജക്ട് രാമു എന്നാണെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോനൗൺ ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കേണ്ടത്. ഏതാണ് അവിടെ പ്രോനൗൺ? ഹി എന്ന് പറയുന്നതാണ്. സീത എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പേരാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന നമ്മൾ എന്താണ് പ്രോനൗൺ ഏതാണ്? ഷീ എന്നാണ്. സാധാരണ പ്രോനൗണുകൾ സ്ഥിരമായി ചോദിക്കുന്നില്ലേ, പേഴ്സണൽ പ്രോനൗണുകളുണ്ട് കുറച്ച്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഹി, ഷീ, ഇറ്റ്, ദേ, ബി. ഹി, ഷീ, ഇറ്റ്, ദേ, ബി. ഇത്രയുമാണ് ഇത് പേഴ്സണൽ പ്രോനൗൺ. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് തിരിച്ചറിയണം. തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റിന് അനുപാതമായ പ്രോനൗൺ ഏതാണെന്ന് നമ്മൾ അറിയണം. നമുക്ക് ഇനി ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞു.
തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണം. തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഏതാണെന്ന് അറിയണം. തന്നിരിക്കുന്ന സെന്റൻസിന് സബ്ജക്റ്റിന് അനുപാതമായിട്ടുള്ള പ്രോനൗൺ ഏതാണെന്ന് അറിയണം. നമ്മൾ ആദ്യത്തെ കേസാണ് പറയുന്നത്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാ നോക്കിയേ, 2 സെന്റൻസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഹി ഈസ് എ ടീച്ചർ, അത് ഒന്നാമത്തെ സെന്റൻസ്. ഹി ഈസ് നോട്ട് എ ടീച്ചർ, അത് രണ്ടാമത്തെ സെന്റൻസ്. ഇതിൽ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ? ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് ആണ് അല്ലേ, പോസിറ്റീവ് സെന്റൻസ് ആണ്. ഹി ഈസ് നോട്ട് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. കാര്യം അവിടെ ഒരു നോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സെന്റൻസും ഹി ഈസ് നോട്ട് എ ടീച്ചർ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് സെന്റൻസുമാണ്. കാര്യം നോട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാക്ക് അവിടെ വന്നിട്ടുണ്ട്. നോട്ട് മാത്രമല്ല നെഗറ്റീവ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഈ വാക്കുകളെല്ലാം നെഗറ്റീവ് വേർഡ്സുകളാണ്. ഇതിൽ ഏതെങ്കിലും സെന്റൻസിന്റെ ഭാഗമായി ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് എന്നേ പറയത്തുള്ളൂ. നോക്കുക, നോ അതൊരു നെഗറ്റീവ് വേർഡാണ്. അത് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. രണ്ടാമത്തെ നോട്ട്, ഈസ് നോട്ട് എ അല്ലെ, നോട്ട് എന്നുള്ള പദം വന്നുകൊണ്ട് അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. നത്തിങ്, നെവർ, നോബഡി, നണ്ണ്, നോ വൺ, ഫ്യൂ, ലിറ്റിൽ, സെൽഡം, ഹാർഡിലി, സ്കേഴ്സിലി, ബെയർലി, റയർലി. ഈ വാക്കുകളൊക്കെ സെന്റൻസിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ആ സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സെന്റൻസിനെ നമ്മൾ എന്തെന്ന് പറയത്തുള്ളൂ? നെഗറ്റീവ് സെന്റൻസിനെ പറയത്തുള്ളൂ. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ നെഗറ്റീവ് വേർഡ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ്. ഏതൊക്കെയാണ്? നോ, നോട്ട്, നത്തിങ്, നെവർ, നോബഡി, നണ്ണ്, നോ വൺ, ഫ്യൂ, ലിറ്റിൽ, സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ബെയർലി, റയർലി എന്നിവയാണ്. ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഓക്സിലറി വെർബുകളെ പറ്റിയാണ്. നമുക്ക് നോക്കാം ഓക്സിലറി വെർബുകൾ എന്തൊക്കെയാണെന്ന്. അപ്പം ഏതൊക്കെയാണ് ഓക്സിലറി വെർബ് എന്ന് നമുക്ക് നോക്കാം. ആകെ ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബുകളാണുള്ളത്, സഹായക ക്രിയകൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, dare, need, used to. ഇങ്ങനെ 24 ഓക്സിലറി വെർബുകളാണ് ഉള്ളത്. പ്രൈമറി ഓക്സിലറി വെർബ് എന്നും മോഡൽ ഓക്സിലറി വെർബ് എന്നൊക്കെ ഇതിനെ തരംതിരിക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും പഠിക്കേണ്ട. ഓക്സിലറി വെർബ് ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിലെ അത് ഓക്സിലറി വെർബ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. അതിനായിട്ട് നമ്മൾ ഈ 24 ഓക്സിലറി വെർബുകളും കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഏതൊരാളോടും ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇത് കാണാതെ എന്ന് പറയണം. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to, dare, need, used to. അങ്ങനെ 24 ഓക്സിലറി വെർബുകൾ കാണാതെ പഠിക്കുമല്ലോ. ഇനി നമ്മൾ സബ്ജക്റ്റ്, ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലാത്ത സബ്ജക്റ്റ് അതിന് അനുപാതമായിട്ടുള്ള പ്രോനൗൺ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി സബ്ജക്റ്റ് ആണ്. ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് സബ്ജക്റ്റ് ഏതാണ് തിരിച്ചറിയാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതൊരു സെന്റൻസിന്റെ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നതായിരിക്കും സബ്ജക്റ്റ്. അതൊരു പേരാണെങ്കിൽ ആ ജെൻഡറിന് യോജിക്കുന്ന പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഉപയോഗിക്കുന്ന പ്രോനൗണുകളാണ്, സാധാരണ അല്ല, എല്ലാ ടാഗിലും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോനൗണുകളാണ് നമ്മൾ ഈ പറയുന്നത്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇതൊക്കെ പ്രോനൗണുകൾ എന്നാണ്, അഥവാ പേഴ്സണൽ പ്രോനൗണുകളിൽ പെടുന്നവയാണ്. ഏതൊക്കെ? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. നമ്മൾ ഇനി നിയമത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ തിരിച്ചറിയണം. ഒന്നാമത്തെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. രണ്ടാമത്തെ കേസ് തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ്. മൂന്നാമത്തെ കേസ് പ്രോനൗൺ ഏതാണെന്ന് തിരിച്ചറിയണം. നമുക്ക് നോക്കാം. ഇനി റൂളാണ്, പ്രധാനപ്പെട്ടതാണ്. ഇതാണ്, ഇവിടെ തൊട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ,
നമ്മൾ അറിഞ്ഞല്ല അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തോ ആയിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്തോ ആയിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തോ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതിന്റെ ഓപ്പോസിറ്റ്. ആ നിയമം ഓർത്തു വെക്കേണ്ടതാണ്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. നോക്കിയേ, ടാഗിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? നെഗറ്റീവ് ആക്കാൻ നമ്മൾ നോട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. ആ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടാഗില് നെഗറ്റീവ് ആക്കാൻ വെർബിനോടൊപ്പം നമ്മൾ എന്ത് ചേർത്താൽ മതി? NT, N മുകളിൽ കോമ T, ഇന്റ് എന്നുള്ള ആ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. നോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്റ് എന്നാണ് നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ടാഗിൽ പറയുന്നത്. അപ്പൊ പ്രോനോൺ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, അതിലെ പ്രധാനപ്പെട്ട റൂളും പഠിച്ചു. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നോക്കുക, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഹി ഈസ് എ ടീച്ചർ. ഇതിന്റെ ടാഗ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ തിരിച്ചറിയും, ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെന്റൻസ് തന്നിട്ട് അവിടെ ഒരു ഡാഷ് കാണും, ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. ക്വസ്റ്റ്യൻ ടാഗിൽ അവസാനം ഉറപ്പായിട്ട് എന്ത് ഉണ്ടായിരിക്കണം? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം. കാര്യം ഞാൻ പറഞ്ഞു WH ക്വസ്റ്റ്യനും S1 ക്വസ്റ്റ്യനും പോലെ തന്നെ ഒരു ചോദ്യവാചകം തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്. നോക്കാം. ഹി ഈസ് എ ടീച്ചർ. ആദ്യം നമ്മൾ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണെന്ന് തിരിച്ചറിയണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 24 ഓക്സിലറി വെർബുകൾ പറഞ്ഞ ഈസ്, ആറ്, ആം, വാസ്, വേറെ എന്നൊക്കെ പറഞ്ഞ് 24 ഓക്സിലറി വെർബ് പഠിച്ച അതിനകത്ത് ഓക്സിലറി വെർബ് ഏതാണ്? ഇതിനകത്ത് ആണ് ഈസ് എന്ന് പറയുന്നതാണ് ഓക്സിലറി വെർബ്. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് തിരിച്ചറിഞ്ഞല്ലോ, അത് അതുപോലെ അങ്ങോട്ട് എഴുതുക. എഴുതി റൂളിലോട്ട് വരാം. ക്വസ്റ്റ്യൻ ടാഗിലെ പ്രധാനപ്പെട്ട റൂൾ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ എഴുതേണ്ട ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എഴുതേണ്ട ടാഗ് പോസിറ്റീവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഈ സെന്റൻസ് എന്താണ്? ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. കാര്യം നെഗറ്റീവ് വേർഡ്സ് ആയിട്ടുള്ള നോ, നോട്ട്, നത്തിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ആ വാക്കുകളൊന്നും ഇതിനകത്തില്ല. നോർമൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ടാഗ് എന്തും ആയിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു തന്നിരിക്കുന്ന വെർബിനോടൊപ്പം എന്ത് ചേർത്താൽ മതി? ഇന്റ് എന്നുള്ള വാക്ക് ചേർത്താൽ മതി. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, ഉപയോഗിക്കേണ്ട ടാഗ് നെഗറ്റീവ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്നു ഏത്? ഇന്റ്. തീർന്നോ? ഇല്ല. തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്ട് ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നതാണ് സബ്ജക്ട്. നമ്മൾ നേരത്തെ പ്രോനൗൺ, പേഴ്സണൽ പ്രോനൗൺ പറഞ്ഞു ഇല്ലേ? ഹി, ഷീ, ഇറ്റ്, ഇതേന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്ട് ഏതാണ്? ഹി ആണ്. അത് അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതുക. അപ്പൊ നോക്കി ഇതിന്റെ ടാഗ് കണ്ടോ? ഹി ഈസ് എ ടീച്ചർ. ടാഗ് ഈസ് ഇൻറ്റു ഹി. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, ഉപയോഗിച്ച ടാഗ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഈസ് ഇൻറ്റു ഹി. സിമ്പിൾ ആണ്. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ അത് നെഗറ്റീവ് ആക്കിയതാണ് ഇന്റ്, നോട്ട് അല്ലെ, ഇന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച്. നമ്മൾ നോക്കാം ഇനി അടുത്തത്. അവസാനം എന്തോ വേണം? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം. ഹി ഈസ് നോട്ട് എ ടീച്ചർ. അടുത്ത സെന്റൻസിലെ ടാഗ് നമുക്ക് എഴുതുക. ഹി ഈസ് നോട്ട് എ ടീച്ചർ. നോട്ട് എന്ന് പറയുന്ന വാക്കുണ്ടായതുകൊണ്ട് അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഉപയോഗിക്കേണ്ട ടാഗ് എന്തോ ആയിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട അതിന്റെ ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. ഈ ടാഗ് നെഗറ്റീവ് ആക്കണോ? വേണ്ട. കാര്യം തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്. ടാഗ് എന്തോ ആദ്യം പോസിറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ ഇന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട. സബ്ജക്ട് ഏതാ? ഹി ആണ്. ഈസ് ഹി. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ നോക്കാം. രാജു വാസ് ആബ്സെന്റ്. ഇതൊരു സെന്റൻസ് ആണ്. എങ്ങനത്തെ സെന്റൻസ് ആണ്? പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ? നേരത്തെ പറഞ്ഞ നെഗറ്റീവ് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഉപയോഗിക്കേണ്ട ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിന്റെ ഓക്സിലറി വെർബ് ഏതാണ്? 24 ഓക്സിലറി വെർബുകൾ നമ്മൾ പഠിച്ചു വെച്ചേക്കാണ്. അതിനകത്തുള്ള ഒരു ഓക്സിലറി വെർബാണ് വാസ്. ആ വാസ് അതുപോലെ അങ്ങോട്ട് എഴുതുക. വാസ് എഴുതിയല്ലോ.
തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, എഴുതേണ്ട ടാഗ് നെഗറ്റീവ് ആണ്. എന്തുപയോഗിക്കണം? ഇന്റ്. സബ്ജക്ട് ഏതാണ്? ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത്. ആരെ പറ്റിയാ പറയുന്നത്? രാജു ആണ് എന്ന് പറഞ്ഞു വാസിന്റെ രാജു എന്ന് എഴുതുവോ? ഇല്ല. തന്നിരിക്കുന്ന സബ്ജക്ട് ഒരു പേരാണെങ്കിൽ ജെൻഡർ നോക്കി എഴുതണം, ആണാണ് അല്ലേ? ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോനൗൺ ഏതാണ്? ഹി ആണ്. വാസിന്റെ ഹി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കാം. ഹി ഹാസ് എ പെറ്റ്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഉണ്ടല്ലോ, ഹാസ് ഇല്ലേ? ഇതിന്റെ ഓക്സിലറി വെർബ് ആണ് ഹാസ്. ഹാസ് അങ്ങോട്ട് എഴുതി. സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ? പോസിറ്റീവ് ആണ്, കാര്യം നെഗറ്റീവ് വേർഡ്സുകൾ ഒന്നും ഇതിനകത്തില്ല. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആണ്. എന്ത്? ഇന്റ്. ഇവിടുത്തെ സബ്ജക്ട് ഏതാണ്? ഹി ആണ്. ആ സബ്ജക്ട് പ്രോനൗൺ ആയിട്ട് അങ്ങോട്ട് എഴുതുക. ഹാസ് ഇന്റ്. ഓക്കെ ആണല്ലോ? ഐ ഹാവ് എ കാർ. ഇതിനകത്ത് ഓക്സിലറി വെർബ് ആദ്യം എഴുതണം. ഓക്സിലറി വെർബ് ഏതാ? ഹാവ്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവോ നെഗറ്റീവോ? നെഗറ്റീവ് വേർഡ്സുകൾ ഒന്നുമില്ല, പോസിറ്റീവ് ആണ്. ടാഗ് എന്തുമായിരിക്കണം? നെഗറ്റീവ് ആക്കണം. അതിന് നമ്മൾ എന്ത് ചേർത്തു? ഇന്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. സബ്ജക്ട് ഏതാണ്? ഐ ആണ്. ഹാവ് ഇന്റ് ഐ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഒരു റൂള് നമുക്ക് എഴുതാൻ എങ്ങനെയാണെന്ന്, ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതണമെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സിലറി വെർബ് ഏതാണെന്ന് എഴുതണം. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കാൻ അതിനോടൊപ്പം എന്ത് ചേർത്താൽ മതി? ഇന്റ് എന്നുള്ള വാക്ക് ചേർത്താൽ മതി. പിന്നെ തന്നിരിക്കുന്ന സെന്റൻസിന് അനുയോജ്യമായിട്ടുള്ള പ്രോനൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് എഴുതണം. ലാസ്റ്റ് എന്തോ ഉണ്ടായിരിക്കണം? ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ ആണല്ലോ? നേരെ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. പ്ലസ് ഇന്റ് ചേർക്കണോ? വേണ്ട. സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി വേറെ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇനി നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് ചെയ്യാൻ ഇപ്പൊ അറിയാം. ഇതൊരു സെന്റൻസ് ആണ് അല്ലെ? ഒന്നാമത്തെ സെന്റൻസ് ഐ ആം എ ടീച്ചർ. നമുക്ക് അതിന്റെ ടാഗ് എഴുതാനാണ് പോകുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഏതാ? ഈസ്, ആർ, ആം, വാസ്, വേർ എന്ന് പറഞ്ഞ് നമ്മൾ 26 എണ്ണം പഠിച്ചാണ്. അതിനകത്തുള്ള ഒരു വാക്കാണ് ആം. ആ ഓക്സിലറി വെർബ് അതുപോലെ അങ്ങോട്ട് എഴുതി. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കാരണം അതിനകത്ത് നെഗറ്റീവ് വാക്കുകളായിട്ടുള്ള നോ, നോട്ട്, നത്തിങ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പോസിറ്റീവ് ആണ്. ടാഗ് എന്തുമായിരിക്കണം? നെഗറ്റീവ് ആണ്. എന്തുപയോഗിക്കണം? ഇന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം അല്ലേ? പ്രോനൗൺ ഏതാ ഇവിടെ? സബ്ജക്ട് ഏതാ? ഐ ആണ്. ആം ഇന്റ് ഐ. പക്ഷെ ഇത് തെറ്റാണ്. നമ്മുടെ റൂള് വെച്ച് പോകുമ്പോൾ എങ്ങനെ എഴുതിയാ ഇത് തെറ്റാണ്. നമുക്ക് നോക്കാം അതെന്താ കുഴപ്പമെന്ന്. ആമിന്റെ കേസിൽ ഒരു വിഷയം വരുന്നുണ്ട്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആണല്ലോ. നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ആമിന്റെ ഐ എന്നല്ല ഉപയോഗിക്കേണ്ടത്, പകരമായി ആറിന്റെ ഐ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആറിന്റെ ഐ. ഇവിടെ ആമല്ല ഉപയോഗിക്കേണ്ടത്, ആറാണ്. ഈ ആമിന്റെ കേസ് മാത്രമാണ് അങ്ങനെ വരുന്നത്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആക്കാൻ ആമിന് പകരം ആറാണ് ഉപയോഗിക്കേണ്ടത്. ആറിന്റെ ഐ. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് അതുപോലെ തന്നെ ആം. സബ്ജക്ട് ഏതാണ്? ഐ ആണ്. ആം ഐ. അത് കുഴപ്പമൊന്നുമില്ല, അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുമ്പോൾ ആമിന്റെ കേസിൽ അതൊന്ന് ചേഞ്ച് ആവും, ആറാവും. ആറിന്റെ ഐ. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആക്കാൻ ചേഞ്ചസ് ഒന്നും വരുത്തില്ല. തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് അതുപോലെ എഴുതുക. ആം. സബ്ജക്ട് ഏതാണ്? ഐ. ആമാൽ. ലാസ്റ്റ് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കിനി അതുപോലെ വേറെ ഒരെണ്ണം നോക്കാം. നമ്മളിനി ഈ 3 ക്വസ്റ്റ്യൻ നോക്കുക. ഇതിന് ഒരു കുഴപ്പമുണ്ട്. നമുക്ക് നോക്കാം എന്താ കുഴപ്പമെന്ന്. നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നതിന് മുമ്പായിട്ട് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കണം. ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? ഒന്നാമത്തെ ഹി റൈറ്റ്സ് എ ലെറ്റർ. അതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടോ? നമ്മൾ നേരത്തെ പഠിച്ച 24 ഓക്സിലറി വെർബിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിനകത്തുണ്ടോ? ഇല്ല. ഇങ്ങനെ വരുന്ന കേസിൽ എന്ന് വെച്ചാൽ ഓക്സിലറി വെർബ് തരാതെ ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ ടാഗ് എഴുതാൻ പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ
തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് ഏതാണെന്ന് നോക്കണം. കണ്ടോ, റൈറ്റ്സ് എന്ന് പറയുന്നതാണ് വെർബ്, ക്രിയ, ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ അവൻ ചെയ്ത പ്രവൃത്തി എന്തുവാ? എഴുതുക എന്നുള്ളതാണ് അവൻ ചെയ്ത പ്രവൃത്തി, വെർബ്. ആ മെയിൻ വെർബിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഡു, ഡസ്, ഡിഡ് ഫോമിലോട്ട് എഴുതണം. ഡുവോ ഡസോ ഡിഡ് ഫോമിലോട്ട് വേണം മാറ്റി എഴുതേണ്ടത്. നമുക്ക് പറയാം റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എസ് ഉണ്ട്. എസ് ഉണ്ടായത് കൊണ്ട് നമുക്കറിയാം എസ് ഉള്ള ഡസിനകത്താണ് അല്ലേ. നമുക്ക് ആ ഡസ് അങ്ങ് എഴുതിയാൽ മതിയല്ലോ. ഇപ്പൊ തന്നിരിക്കുന്ന വെർബിന് യോജിക്കുന്ന ഓക്സിലറി വെർബായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ഡസ്. നമുക്ക് ആ ഡസ് അങ്ങോട്ട് എഴുതാലോ. കാരണം എന്താ? റൈറ്റ് 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 ഡസ് പ്ലസ് റൈറ്റ് ആണ്. നോക്കുക, ഡസ് ഡസ് പ്ലസ് റൈറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്സ് എന്നാണ്. ഡസ് പ്ലസ് റൈറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്സ്. ഇപ്പൊ റൈറ്റ്സ് എസ് ഉണ്ട്, ഡസിനകത്തും എസ് ഉണ്ട്. നമ്മൾക്ക് ആ ഓക്സിലറി വെർബ് അങ്ങോട്ട് എഴുതാം, ഡസ്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. കാര്യം നെഗറ്റീവ് വാക്കുകൾ ഒന്നുമില്ല, പോസിറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചേർക്കണം? ഇൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം, ഡസ് ഇൻഡ്. സബ്ജക്ട് ഏതാണ് ഇതിനകത്തെ? സബ്ജക്ട് ഹി ആണ്, ഡസ് ഇൻഡ് ഹി. ഓക്കെ ആണല്ലോ, ഡസ് ഇൻഡ് ഹി. രണ്ടാമത്തെ കേസ് നോക്കാം. ദേ പ്ലേ ക്രിക്കറ്റ്. ഇതിനകത്തും ഓക്സിലറി വെർബ് ഇല്ല. ഇതിനകത്ത് വെർബ് ഏതാണെന്ന് നോക്കണം, പ്ലേ ആണ്. ഡു പ്ലസ് പ്ലേ ആണ്, പ്ലേ. ഡു പ്ലസ് പ്ലേ ഇസ് ഈക്വൽ ടു പ്ലേ. ഡൂയുടെ ഫോം ആണ്. അപ്പൊ നമ്മൾ എഴുതുക ഡു. പ്ലേക്ക് യോജിക്കുന്ന ഓക്സിലറി വെർബ് ഡു. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കാൻ ഇൻഡ്, ഡോണ്ട്. ഏതാണ് സബ്ജക്റ്റ് ആയിട്ട്? ഡോണ്ട് ദേ. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്ത പ്ലേഡ്. പ്ലേഡ് എന്ന് പറയുമ്പോൾ ഡിഡ് ആണ്. ഡിഡ് ഡിഡ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പ്ലേഡിനകത്ത് ഡി ഉണ്ട്, ഡിഡിനകത്ത് ഡി ഉണ്ട്. അപ്പൊ പ്ലേഡിന് യോജിക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ്, ഡിഡ്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഇൻഡ് ചേർത്തു, ഡിഡിൻഡ്. ഏതാണ് സബ്ജക്റ്റ്? ഷി, ഡിഡിൻഡ് ഷി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ടാഗ് എഴുതാൻ എളുപ്പമാണ്. അതിന് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ നെഗറ്റീവ് കുറെ വാക്കുകളുണ്ട്, അത് നമ്മൾ പറഞ്ഞതാണ്. ആ വാക്കുകൾ ഏതെങ്കിലും ആ സെന്റൻസിലുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. രണ്ടാമത്തെ കേസ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഏതാണെന്ന് അറിയണം. 24 ഓക്സിലറി വെർബുകളാണുള്ളത്, അത് നമ്മൾ കാണാതെ പഠിക്കണം. പിന്നെ തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്ട് ഏതാണെന്ന് തിരിച്ചറിയണം. റൂൾ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ എഴുതേണ്ട ടാഗ് നെഗറ്റീവ്. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എഴുതേണ്ട ടാഗ് പോസിറ്റീവ്. റൂള് തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് അത് അങ്ങോട്ട് എഴുതുക. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കുക, ഇൻഡ് എന്നുള്ള ഉപയോഗിക്കുക. സബ്ജക്ട് എഴുതുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുക. ഇനി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.